അപ്പോൾ ഗൈസ്, ഞാനും കസിനും കൂടെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് ദാ അമ്പലത്തിൽ പോവുകയാണ് കേട്ടോ. നടന്നിട്ടാണ് കേട്ടോ പോകുന്നത്. റോഡ് പണി ആയതുകൊണ്ട് തന്നെ വണ്ടികളൊന്നുമില്ല. അപ്പോൾ ദാ ഒരു റിക്ഷാവാല എവിടുന്ന് വന്ന് ഞങ്ങളെ കയറ്റി. ഞങ്ങൾ ഇക്കരെയാണ് ഇറങ്ങിയത് കേട്ടോ. അക്കരെയാണ് അമ്പലം കിടക്കുന്നത്, ഞങ്ങൾ ഇക്കരെയാണ് ഇറങ്ങിയത്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ തൂതപ്പാലം എന്ന് പറയുന്നത്. തൂതപ്പാലത്തിന് വലിയൊരു ചരിത്രം ഉണ്ട് കേട്ടോ. പാലക്കാട് മലപ്പുറം ജില്ലയിലെ ബന്ധിപ്പിക്കുന്ന നിലവിലുള്ള ഈ തൂതപ്പാലം കാലപഴക്കം കുറേയേറെയാണ്. ഈ സർക്കാരിന്റെ കാലത്ത് പണിതാണ് തൂതപ്പുഴയിലെ ഈ പാലം. അങ്ങനെയൊക്കെയാണ് പണ്ട് അപ്പനപ്പൂപ്പന്മാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്കതിനെ പറ്റി വല്ലാണ്ടൊന്നും അറിയില്ല. അപ്പോൾ ഗൈസ്, ഞങ്ങളങ്ങനെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അയ്യോ, ഞാൻ ക്ഷേത്രം പറഞ്ഞില്ലല്ലോ. പ്രശസ്തമായ തൂതപ്പൂരമൊക്കെ നടക്കുന്ന തൂത ഭഗവതി ക്ഷേത്രമാണ് കേട്ടോ ഇത്. നിങ്ങൾ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം ഞങ്ങളങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് രാത്രിയായി. അപ്പം അങ്ങനെ കിട്ടിയ ഓട്ടോ ആണ് ഇത്. ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനലിലുണ്ട്. ഇനി ആർക്കെങ്കിലും ഈ അമ്പലത്തിൽ വരണം എന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്. ഞാൻ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം.